ഹായ് ഫ്രണ്ട്സ്, 2013 പുറത്തിറങ്ങിയ തായ് കൊറിയൻ നാടക ചിത്രമാണ് നമ്മുടെ ഫൈനൽ റെസിപ്പി എന്നുള്ള സിനിമ. അപ്പോൾ ഈ സിനിമയിലെ കഥ എന്ന് വെച്ചാൽ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഒരു കൊച്ചുമോനെയും കൂടെ പ്രധാന കഥയാണ്. ഇവർക്ക്, അതായത് ഈ മുത്തശ്ശന് പഴയ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു റെസ്റ്റോറൻ്റ് ഒന്നും പറയാൻ പറ്റില്ല, പഴയ ഒരു ഹോട്ടൽ. അവരുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇദ്ദേഹം ഡംപ്ലിങ്സിന് ഒരുപാട് പ്രഗത്ഭനാണ്. ഇദ്ദേഹത്തിൻ്റെ ഡംപ്ലിങ്സ് മാർക്കറ്റിൽ വളരെയധികം സ്വാദിഷ്ടവുമാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് വയസ്സായതോടെ ഇദ്ദേഹത്തിൻ്റെ റെസിപ്പീസൊക്കെ ആകെ ഡൗൺ ആയിപ്പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ വരുമാനമൊക്കെ നിലച്ച രീതിയിലാണ്. ഈ കൊച്ചുമോനാണെങ്കിൽ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ റെൻറ്റ് കൂടെ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം ഇവരുടെ വീടും ഹോട്ടലും ഒക്കെ വാടകയ്ക്കുള്ളതാണ് കേട്ടോ. പക്ഷെ നമ്മുടെ കൊച്ചുമോൻ ഇതൊന്നും അറിയില്ല. കൊച്ചുമോൻ എന്താ വേണ്ടത് വെച്ചാൽ നമ്മുടെ മുത്തശ്ശന് വേണ്ട സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടു കൊടുക്കലാണ് മെയിനായിട്ടുള്ള പണി. അപ്പോൾ അതിനിടയ്ക്ക് അവൻ്റെ കുറച്ച് കുസൃതികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ അവിടെ 1-2 കസ്റ്റമർ വന്നിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ സാധാരണ ഡംപ്ലിംഗ് അല്ല, വളരെ ലോ ഫാറ്റായിട്ടുള്ള എന്തെങ്കിലും വേറെ വെറൈറ്റി ഐറ്റംസ് ആണ്. അപ്പോൾ മുത്തശ്ശൻ ആകെ ദേഷ്യം വന്നു. മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെയില്ല, ഇവിടെ പഴയ രീതിയിലുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ കസ്റ്റമറും മുത്തശ്ശനും കൂടെ ആകെ ചൂടായി അവരങ്ങ് എഴുന്നേറ്റങ്ങ് പോയി. അപ്പോൾ അവരെഴുന്നേറ്റ് പോകുന്നതൊക്കെ കണ്ടപ്പോൾ അവന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവന് ഏകദേശം അറിയാം ഇപ്പോൾ ഈ ഹോട്ടൽ ഈ ഒരു രീതിക്കൊക്കെ പോയിരിക്കുന്നത്. അതായത് ഇനി ഇത് പിടിച്ച് തിരിച്ചു കൊണ്ടുവരാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഈ പഴയ സാധനങ്ങൾ വെച്ചിട്ട്, പഴയ റെസിപ്പീസ് വെച്ചിട്ട് ഇത് പിന്നെയും കൂടുതൽ മെച്ചപ്പെടുത്തി എടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ. അപ്പോൾ ഇവൻ്റെ ചോരയിലുള്ളതുപോലെ നമ്മൾ പറയില്ലേ, രക്തത്തിലുള്ളത് നമുക്ക് വരുമെന്ന് പറയുന്നത് പോലെ ഇവന് ഏറ്റവും ഇഷ്ടം, അതായത് നമ്മുടെ നായകന് ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ കുക്കിംഗ് തന്നെയാണ്. അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ അവൻ കുക്കിംഗ് റെസിപ്പീസാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മുത്തശ്ശിയുടെ കണ്ണിൽ പൊടി തട്ടാൻ വേണ്ടിയിട്ട് അവൻ പഠിക്കുന്ന പോലെയൊക്കെ അഭിനയിക്കും കേട്ടോ. അപ്പോൾ അതിനിടക്കാണ് അവിടെ റെൻറ്റ് ചോദിച്ചിട്ട്, അതായത് ഈ റൂമും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഒക്കെ വാടകയ്ക്കാണ്. അതിൻ്റെ റെൻറ്റ് ചോദിച്ചിട്ട് അതിൻ്റെ ഉടമസ്ഥൻ വരുന്നത്. ആ ഒരു വിഷമത്തിൽ, അയാളുടെ റെസിപ്പീസൊക്കെ ഇപ്പോൾ ഡൗൺ ആയി വരുന്നതിൻ്റെ വിഷമത്തിൽ അവർ റെൻറ്റ് ചോദിച്ച ആ ഒരു വിഷമത്തിലും കൂടെ കുറേ റെൻറ്റ് കൊടുക്കാനുണ്ട്. ആ വിഷമത്തിലൊക്കെ നമ്മുടെ മുത്തശ്ശൻ അറ്റാക്ക് വന്നിട്ട് അവിടെ തല കറങ്ങി വീഴുകയാണ്. ഉടനെ തന്നെ നമ്മുടെ മുത്തശ്ശിയും നമ്മുടെ കൊച്ചുമോനും കൂടെ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ നമ്മുടെ കൊച്ചുമോൻ മുത്തശ്ശിയോട് പറഞ്ഞു ഇനിയെങ്കിലും ആ റെസ്റ്റോറൻറ്റ് നമുക്ക് പിടിച്ചെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ടി വിയിലൊരു കോമ്പറ്റീഷനെ കുറിച്ചിട്ട് ഇവൻ കാണുന്നത്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഏറ്റവും മികച്ച ഷെഫുമാരെ തിരഞ്ഞെടുക്കുന്നതാണ്. അതും വേൾഡിലെ തന്നെ 2 മെയിൻ ആയിട്ടുള്ള ഷെഫുമാരെ ലീഡ് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ കൂടിയാണ്. അപ്പോൾ അത് വരും ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ ഇവൻ്റെ മനസ്സിലാകെയുള്ളത് ഈ കോമ്പറ്റീഷനിൽ എങ്ങനെയെങ്കിലും വിൻ ചെയ്ത് നല്ലൊരു ഷെഫായി മാറണം. പക്ഷേ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെയായിരിക്കണം. അതിനുള്ള ക്വാളിഫിക്കേഷൻ കൂടെ വേണം. പക്ഷേങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ ഇവനില്ല. പക്ഷെ അതൊന്നും ഇവൻ മൈൻഡ് ചെയ്യാണ്ട് നേരെ ഈ കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള തകൃതിയായ ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അവൻ മുത്തശ്ശിയോടൊന്നും പറയാണ്ട് വീട്ടിൽ വന്നിട്ട് കുറേ റെസിപ്പീസിൻ്റെ ബുക്സൊക്കെ പരതുകയാണ്. അതായത് പഴയ മുത്തശ്ശൻ്റെ കുറേ റെസിപ്പീസൊക്കെ പരതുകയാണ്. എന്നിട്ട് അതിനിടയിലാണ് മുത്തശ്ശി വന്നിട്ട് അവനോട് ചോദിക്കുന്നത് നീ എന്താ ചെയ്യുന്നത്. അപ്പോൾ ഇവൻ പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഈ കോമ്പറ്റീഷനിൽ എനിക്ക് എങ്ങനെയെങ്കിലും വിൻ ചെയ്തേ പറ്റും മുത്തശ്ശി, അല്ലെങ്കിൽ നമ്മുടെ ഹോട്ടൽ നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഇതിൽ വിൻ ചെയ്യുക എന്നുള്ളതാണ്. ഉടനെ തന്നെ മുത്തശ്ശി പറഞ്ഞു പറ്റില്ല, നിൻ്റെ മുത്തശ്ശൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നീ ഒരു പഠിച്ച് നല്ല നിലയിലെത്തുക എന്നുള്ളത്, നീ നല്ലൊരു കുട്ടിയായി മാറുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നീ എന്ത് വേണമെന്ന് വെച്ചാൽ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഉടനെ തന്നെ അവൻ പറഞ്ഞു ഇല്ല മുത്തശ്ശി, എനിക്ക് എന്തായാലും പോയേ പറ്റും, നമ്മുടെ ഹോട്ടലിൽ നമുക്ക് തിരിച്ച് പിടിച്ചേ പറ്റൂ. അപ്പോൾ ഉടനെ മുത്തശ്ശി അവന് കുറച്ച് പൈസ കൊടുത്തിട്ട് പറയാണ് ഇത് നിൻ്റെ പഠിപ്പിന് വേണ്ടി മുത്തശ്ശൻ കരുതി വെച്ചതാണ്, ഇത് നീ ഉപയോഗിച്ചോ, നിനക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഇത് നീ ഉപയോഗിച്ചു എന്ന് പറയാണ്. അപ്പോൾ തന്നെ അവൻ ചോദിക്കുന്നത് വാടക കൊടുക്കാൻ പൈസയില്ല, ഈ പൈസ ഇവിടെ വെച്ചിട്ടാണോ വാടക കൊടുക്കാതെ അവരെ നിങ്ങൾ ദേഷ്യപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ. മുത്തശ്ശി വാടകയെക്കാളും ഏറ്റവും വലുത് നിൻ്റെ മുത്തശ്ശന് നിൻ്റെ പഠിപ്പാണെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് നിൻ്റെ മുത്തശ്ശൻ ഓരോ രൂപയായിട്ട് സ്വരുക്കൂട്ടി വെച്ചതാണ്, നീ ഇത് പാഴാക്കി കളയരുത് മോനെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവൻ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ അവിടെ നിന്ന് പോകുകയാണ്. കൂടെ ഒരു കാര്യവും കൂടെ മുത്തശ്ശിയോട് പറഞ്ഞേൽപ്പിച്ചു, ഒരിക്കലും ഞാൻ ഈ ഒരു കോമ്പറ്റീഷനാണ് പോയതെന്ന് മുത്തശ്ശനോട് പറയാൻ പാടില്ല, ഞാൻ കോളേജ് ടൂറിന് പോയതാണെന്ന് മാത്രമേ മുത്തശ്ശനോട് പറയാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ മുത്തശ്ശി സമ്മതമൊക്കെ കൊടുത്ത് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവൻ ഈ കോമ്പറ്റീഷൻ
കോമ്പറ്റീഷൻ നടക്കുന്ന വലിയൊരു പട്ടണത്തിലെത്തി. അപ്പോൾ അവിടെ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ അവന് ഈ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവിടുന്ന് രാവിലത്തെ ഭക്ഷണം കഴിക്കുന്ന ഇടയിലാണ് പിന്നെ ടി വിയിൽ ഇതിനെക്കുറിച്ച് വീണ്ടും അനൗൺസ്മെൻറ്റ് കേൾക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് അവിടെ ഷെഫുമാരൊക്കെ വന്ന് പരിപാടി തുടങ്ങേണ്ട രീതിയിലുള്ള ഇതൊക്കെ അറേഞ്ച്മെൻറ്റ്സൊക്കെ നടന്നു കേട്ടോ. ഒരുവിധം കണ്ടസ്റ്റൻ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ ഓടി ഓടി വരികയാണ്, അതായത് നമ്മുടെ നായകൻ ഓടി വരികയാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടി ലീഡ് ചെയ്യുന്ന, ഈ കോമ്പറ്റീഷൻ ലീഡ് ചെയ്യുന്ന ഈ ലേഡിയും വേറൊരാളും കൂടിയാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ചാർജും ക്രെഡിറ്റും ഒക്കെ ഇവർക്കാണ്. അപ്പോൾ എല്ലാ ഷെഫുമാരും, അതായത് എല്ലാ കണ്ടസ്റ്റൻറ്റും കുക്കിംഗ് ഒക്കെ ആരംഭിച്ചു. പക്ഷെ നമ്മുടെ നായകൻ ഇപ്പോഴും അവിടുത്തെ എൻട്രിയിൽ എത്തിയിട്ട് അവരോട് ചോദിക്കുകയാണ്, ഒന്ന് യൂണിഫോം തരുമോ, എൻ്റെ യൂണിഫോം തരുമോന്ന്. അപ്പോൾ ആ ലേഡി പറയാണ്, ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ യൂണിഫോം കിട്ടുമെന്ന്. അപ്പോൾ അവനൊന്ന് അവിടെ അന്താളിച്ച് നിന്ന് പോയി. കാരണം വെച്ചാൽ നമ്മുടെ നായകൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ ഡിട്രിക്സ് എന്ന പേരുള്ള ഒരാളുടെ പേര് 3 തവണ വിളിച്ചു. 3 തവണ വിളിച്ചിട്ടോ അയാളെ കാണുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ ഇവനൊരു ക്ലിക്കായി, അതായത് ഈ പേരിൽ എനിക്ക് അവിടെ കയറാന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ പറയാണ്, ഞാനാണ് ഡിട്രിക്സ് എന്ന്. അങ്ങനെ ആ യൂണിഫോം ഇട്ട് അവൻ ഒരു വിധത്തിൽ അതിൻ്റെ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ എല്ലാവരും തകൃതിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കുക, ഡിഷ് ഉണ്ടാക്കുക. അപ്പോൾ കൈ കിട്ടി 2-3 മുട്ട എടുത്തിട്ട് അവൻ ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു ഓംലേറ്റ് രീതിയിൽ ഉണ്ടാക്കാൻ പോവുകയാണ്. പക്ഷെ ഗ്യാസ് കത്തിക്കാൻ നോക്കിയിട്ട് ഗ്യാസ് കത്തണില്ല. അപ്പോൾ ഇവൻ അവൻ്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് അതൊക്കെ ആ ഗ്യാസിൻ്റെ സ്റ്റൗവിൽ കൂട്ടി വെച്ചിട്ട് തീപ്പെട്ടി ഉരച്ചിട്ട് കത്തിക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് ഇവൻ പാചകം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ കുട്ടി ഷെഫും കൂടെ ഒക്കെ റെഡിയാക്കി കഴിഞ്ഞു. പക്ഷേ ലാസ്റ്റ് പ്രിപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ ഷെഫുമാർ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയം അവൻ പറയാണ്, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേന്ന്. അപ്പോൾ അതിൽ പ്രായമുള്ള ഷെഫ് പറയണോ, നിന്നെയും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കണമെന്ന്, ഒരു തമാശ രൂപയിൽ. അപ്പം പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് അവൻ്റെ റെസിപ്പി അതായത് അവൻ്റെ ഡിഷ് എടുത്ത് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ കണ്ടിട്ട് അവർക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ കട്ട് ചെയ്ത് നോക്കി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നല്ല ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവനോട് പറയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അടുത്ത ലെവലിലേക്ക് ഇന്നായിട്ടുണ്ടെന്ന് കേട്ടോ. അങ്ങനെ ഇവന് ഭയങ്കര സന്തോഷമായി. പക്ഷേ ഇതൊന്നുമല്ല, ഇതിൽ കൂടുതൽ ഇനിയും വേണം. അപ്പോൾ എന്നാലും അവൻ എങ്ങനെയൊക്കെ ആ കടമ്പ ഒന്ന് കടന്നു കിട്ടി. പക്ഷെ നമ്മൾ ആൾമാറാട്ടത്തിൽ എവിടെയും ഇപ്പം നിൽക്കുന്നതെന്ന് ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിലും വേറൊരുവനുണ്ട്. ആരാന്ന് വെച്ചാൽ അഹങ്കാരം തലക്ക് പിടിച്ച പോലത്തെ. ഇവൻ്റെ വിചാരം ഇവനാണ് ഇതിലേറ്റവും പെർഫെക്റ്റ് എന്നാണ്. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. അങ്ങനെ അടുത്ത ലെവലിലേക്ക് വേണ്ടിയിട്ട് ഇവർ ടീമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ടീമിൽ 4 ആൾക്കാരാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടീമിൽ ഒരു ലേഡിയും അതുപോലെ തന്നെ ഒരു ആംഗ്രി മാനുണ്ട്. ആംഗ്രി മാൻ എന്ന് വെച്ചാൽ ഈ ലേഡിയും ഈ ഇയാൾ നല്ല സ്വഭാവം കേട്ടോ. പക്ഷേങ്കിൽ ഈ ലേഡിയും ഇവനുമായിട്ട് ഒരു തരത്തിലും ഒത്തുപോയില്ല. വേറൊരു ഫണ്ണി മാനും കൂടെ ഉണ്ട്, പിന്നെ നമ്മുടെ ഈ കൊച്ചുമോനും. അപ്പോൾ ഇവർ 4 പേരാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ഫൈറ്റാണ്. അങ്ങനെ ഇവർ ഡിഷ് ഉണ്ടാക്കിയിട്ട് ഒരു ബാർബിക്യൂ ഡിഷാണ് കേട്ടോ, ഗ്രില്ല് ചെയ്ത പോലത്തെ. അപ്പോൾ അതിൽ ഇനി സോസ് ഒഴിക്കുകയുണ്ട്. അപ്പോൾ അതിന് മുന്നേ അവൻ ജസ്റ്റ് ഒന്ന് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ്, അതായത് സോസൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തന്നെ അവൻ പറയുകയാണ്, ഇനി ഇതിലേക്ക് സോസ് സീസണിങ് ഒന്നും ചെയ്യേണ്ട, അല്ലാതെ തന്നെ ഇത് പെർഫെക്റ്റ് ആണ്. പക്ഷേ നമ്മുടെ ലേഡി ഷെഫുണ്ടോ ഇത് അംഗീകരിക്കുന്നത്, അവൾ എങ്ങനെയെങ്കിൽ അവളുടെ കാര്യം നടത്തിയെടുക്കണം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ അവൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ സോസ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി അതിലേക്ക് ഒഴിക്കാൻ പോകുമ്പോൾ അവൻ കൈ വെച്ചിട്ട്, നമ്മളെ കൊച്ചുമ കൈ വെച്ചിട്ട് തടഞ്ഞു. ഉടനെ തന്നെ അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോയി. നമ്മുടെ ആംഗ്രി മാൻ എന്ത് ചെയ്തു, നേരെ ഐസ് വാട്ടറിലൊക്കെ മുക്കി വെച്ച് അവൻ്റെ കൈ ഒരു വിധത്തിൽ തരപ്പെടുത്തിയെടുത്തു. പക്ഷെ നന്നായിട്ട് അവന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മളെ ഷെഫുമാർ, അതായത് നമ്മളെ ജഡ്ജിമാർ വരാൻ പോവുകയാണ്. അപ്പോൾ ഇവക്ക് നന്നായിട്ട് ദേഷ്യം പിടിച്ചിട്ടുള്ളത്, നീ കാരണം നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകാതിരിക്കും, നീ ഉറപ്പിച്ചോ, നീ ഒറ്റ ഒരാൾ കാരണമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്തൊക്കെ നമ്മുടെ മറ്റേ ഷെഫ് ഉണ്ടല്ലോ, കുറച്ച് അഹങ്കാരമുള്ള, അവനിങ്ങനെ നോക്കി ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ, ഇവരെ റെസിപ്പിയൊക്കെ കൊള്ളായി എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ ഷെഫുമാരൊക്കെ വന്ന് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പറയുന്നത്, ഇത് നോർമൽ ബാർബിക്കാണ്, പക്ഷേ സീസണിങ് ഒന്നും ചെയ്യാതെ തന്നെ ഇരുന്ന് വളരെ ടേസ്റ്റ് ഉണ്ട്, വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഈ ഷെഫിന്, അതായത് നമ്മളെ ലേഡി ഷെഫ്, മെയിനായിട്ടുള്ള ലേഡി ഷെഫിന് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു മെമ്മറി പോലെ തോന്നുന്നു. പക്ഷെ അതവിടെ കാര്യമാക്കില്ല. അവർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരോട് പറയണം, നിങ്ങൾ 4 പേരും അടുത്ത റൗണ്ടിലേക്ക് ഇന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടത്തിലുള്ള ആളൊക്കെ ഒന്ന് ഞെട്ടി കേട്ടോ. ഇവൻ കാരണമാണ് എന്തായാലും നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് ഇന്നായിട്ടുള്ളത്, പ്രത്യേകിച്ച് നമ്മൾ ആ പെൺകുട്ടിയായ ഷെഫ്. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോയി. പക്ഷേ ഇവൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ബാക്കി വന്ന ബാർബിക്യൂ, ഈ ഗ്രില്ല് ചിക്കനൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡിഷാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേരുണ്ട് അവിടെ. അപ്പോൾ ഈ മാം ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് പറയാം. മാം, ഞാൻ ഈ ഡിഷ് ബാലൻസ് ഉള്ളത് വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൊണ്ട് വേറൊരു ഡിഷ് ഉണ്ടാക്കാൻ.
അങ്ങനെ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെയിൻ ഷെഫിന് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ലേഡി ഇത് വായിൽ വെച്ച ഉടനെ തന്നെ അവർക്ക് എന്തൊക്കെയോ ഓർമ്മ വന്നു, നേരത്തെ പോലെ തന്നെ. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് ആ ടേസ്റ്റ് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നു കേട്ടോ. അതായത് അവർ പണ്ട് കഴിഞ്ഞൊരു കാര്യം ഓർമ്മിച്ചെടുക്കാൻ ഒരു ഇൻസിഡൻറ്റ്. അവർ ഇതുപോലെ ഒരു സ്ട്രീറ്റിൽ നിൽക്കുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലടിച്ചിട്ട് അവർ ആ സ്മെല്ല് തേടി പോവാണ്. അപ്പോൾ ആ സ്മെല്ലിൻ്റെ ഉറവിടം തേടി അവരെത്തിയത് ഒരു വീട്ടിൻ്റെ മുന്നിലാണ്. അങ്ങനെ ജസ്റ്റ് അവർ ആ ഒരു വീടിൻ്റെ ആ ഒരു കർട്ടനൊന്ന് നീക്കി നോക്കിയപ്പോൾ അവിടെ ഒരു അച്ഛനും മകനും ഇരുന്ന് കുക്ക് ചെയ്യാണ്. മകൻ ചെറിയൊരു മോനാണ്. അപ്പോൾ അച്ഛനാണ് മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത്. മകൻ അതിൽ ഹെൽപ്പിംഗ് എന്ന രീതിയിൽ അച്ഛനെ എന്തൊക്കെയോ സഹായിക്കുകയാണ്. അപ്പോൾ ഈ ലേഡി ഷെഫ് അവരോട് അനുവാദം ചോദിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവരോട് കുശലം പറയുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാനിങ്ങനെ നല്ലൊരു സ്മെല്ലടിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ഷെഫ് ആ ലേഡിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു നൂഡിൽ സൂപ്പ് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവർ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്തൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചോദിക്കുകയാണ്, ഈ കുട്ടിയുടെ അമ്മ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയണേ, അമ്മ നമ്മളെ വിട്ട് പോയി, അവൻ്റെ അമ്മ 2 വർഷമായി നമ്മളെ വിട്ട് പോയിട്ട് എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരത് ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ ഈ ഒരു ഓർമ്മയാണ് അവർക്ക് ഇവൻ ഈ ഡിഷ് കൊടുത്തപ്പോൾ വന്നത്. അതായത് ആ സെയിം ടേസ്റ്റാണ് ഇവർക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അവനോട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ചൊന്നും മിണ്ടാതെ അവരവിടുന്ന് പോയി. അങ്ങനെ അവരവരുടെ വീട്ടിലെത്തിയപ്പോൾ ഇവനെക്കുറിച്ചിട്ട്, ഈ ഡിട്രിക്സിനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മാനേജറോട് പറയാണ്. അപ്പോൾ മാനേജറോട് പറയാണ്, ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഇവനെക്കുറിച്ച് അന്വേഷിക്കണം, എനിക്ക് ഇവൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെന്ന്. അങ്ങനെ നമ്മുടെ മാനേജർ അതിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ അപ്പൂപ്പനെ വിളിച്ചിട്ട് ഇവൻ സുഖവിവരമൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പൂപ്പൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലെന്ന്. അപ്പൂപ്പൻ അറിയില്ലല്ലോ ഇവൻ കോമ്പറ്റീഷനിലാണ് ഉള്ളതെന്ന്. അപ്പോൾ അവനോട് പറയുന്നത് ട്രിപ്പിന് പോയതൊക്കെ ശരിയായിട്ട് ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ അവൻ ഓക്കെ പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും അവരെ അടുത്ത ടാസ്ക് തുടങ്ങിയിരുന്നു. അപ്പോൾ അതിലെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് പൈസ കൊടുക്കും ഓരോ ടീമിനും. അപ്പോൾ ഈ 4 ഗ്രൂപ്പുള്ള ടീമിന്, 4 ആൾക്കാരുള്ള ടീമിന് പൈസ കൊടുത്തിട്ട് ആ പൈസ എടുത്തിട്ട് ഇവർ മാക്സിമം ഡിഷസ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഇവർ ലേഡിയും ആംഗ്രി മാനും ഈ നമ്മുടെ കൊച്ചുമകനും മറ്റേ ഫണ്ണി മാനും ഒക്കെ പൈസ എടുത്തു. ഫണ്ണി മാൻ എന്ന് പറഞ്ഞ് ഇത്രയും പൈസ ഇട്ടിട്ട് വെറുതെ കളയേണ്ടെന്നിട്ട് അവൻ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. ലേഡി അവൾക്ക് കിട്ടിയ പൈസ എടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ച്. ഇവനാണെങ്കിൽ ഈ പൈസ കിട്ടിയിട്ട് ഇവൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരെ നാട്ടിലേക്ക് വിടാൻ പോവാണ്. കാരണം ഫണ്ണി മാൻ്റെ വാക്ക് കേട്ടിട്ടാണ് അങ്ങനെ പോകുന്നത് കേട്ടോ, നീ വെറുതെ പൈസ പാഴാക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവൻ അവിടെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മെയിനായിട്ടുള്ള ഷെഫിൻ്റെ സംസാരം കേൾക്കുന്നത്. ഞാൻ ഒന്നുമല്ലായിരുന്നു, പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് എൻ്റെ അച്ഛൻ്റെ ഇതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവൻ എന്തൊക്കെയോ ബോധോദയം വന്ന് അവൻ നേരെ തിരിച്ച് വന്നു കേട്ടോ. ആ പൈസ എടുത്തിട്ട് അവനൊന്നും ചിലവാക്കില്ല. അവൻ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഉണ്ടായത് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും നോക്കാതെ അവൻ പിന്നീട് തിരിച്ചു വന്നു ആ ഷെഫിൻ്റെ സംസാരം കേട്ടിട്ട്. തിരിച്ചു വന്നപ്പോൾ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ലേഡി ആംഗ്രി മാനും തമ്മിൽ തെറ്റിയിട്ട് അവർ രണ്ട് ഡിഷാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലേഡി ഉണ്ടാക്കിയ ഡിഷിൻ്റെ കുക്കർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ പോയി. അപ്പോൾ നമ്മുടെ ആംഗ്രി മാൻ അവളെ പിടിച്ച് മാറ്റിയിട്ട് അവളും അവനും കൂടെ നിലത്ത് വീണു കേട്ടോ. അവിടെ ചെറിയൊരു റൊമാൻറ്റിക് സീനൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ രണ്ടും തമ്മിൽ കണ്ടാൽ പിന്നെ കീരിയും പാമ്പാണല്ലോ, അതുകൊണ്ട് പിന്നെ അവിടെ അത്രയ്ക്ക് വലിയൊന്നും സംഭവിച്ചില്ല. അങ്ങനെ അവർ എഴുന്നേറ്റു. പിന്നീട് ഇവർക്ക് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ മെസ്സായിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ഫുൾ തുടച്ച് ക്ലീനാക്കി. അപ്പോൾ നമ്മളെ ഫണ്ണി മാൻ വന്നിട്ട് കുറേ ഷൂസും അങ്ങനത്തെ അവന് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ ലേഡി ആകെ ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്ത് ടീം മെമ്പേഴ്സാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇവരാകെ വെപ്രാളം കൂട്ടുകയാണ്. അങ്ങനെ ഇവൻ തിരിച്ചെത്തിയിട്ട് ഇവനാകെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേങ്കിൽ ടൈമാണെങ്കിൽ കഴിയുകയും ചെയ്ത്. ഇവൻ അതിൻ്റെ അടുത്തുള്ള ആകെ ഒരു റൈസും കുറച്ച് വെജിറ്റബിൾസാണ് ഉള്ളത്. ആ വെജിറ്റബിൾസ് റൈസും വെച്ച് ഇവൻ അടിപൊളി ഒരു ഡിഷ് ഉണ്ടാക്കി കേട്ടോ, തട്ടിക്കുട്ടി ഡിഷ്. അപ്പോൾ ഈ ക്രൂ മെമ്പേഴ്സ്, അതായത് ഇതിൻ്റെ എഡിറ്റിംഗ് റൂമിലിരുത്തി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവർ ഇതിൽ വിജയിക്കില്ല എന്ന് ആ എഡിറ്റിംഗ് മെമ്പേഴ്സിന് ഉറപ്പായിരുന്നു. അങ്ങനെ ഇവരൊരു ഡിഷ് ഉണ്ടാക്കി അവിടെ വെച്ചു. എന്തൊക്കെയോ വെജിറ്റബിൾസും റൈസും വെച്ചിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് പോലെയുള്ള ഐറ്റം. അങ്ങനെ ഷെഫുമാരൊക്കെ വന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പക്ഷേ ഇവർക്ക് ഈ ഡിഷ് കണ്ടപ്പോൾ തീരെ മതിപ്പുണ്ടായിരുന്നില്ല. ടേസ്റ്റ് ചെയ്തപ്പോൾ എപ്പോഴുള്ള പോലെ തന്നെ വളരെ വളരെ മികച്ച ഒരു സംഭവമായിരുന്നു. അങ്ങനെ 2 ടീം അടുത്ത ലെവലിലേക്ക് ഇന്നായിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കൊച്ചുമകൻ്റെ ടീമും അതുപോലെ തന്നെ മറ്റേ കുറച്ച് അഹങ്കാരമുള്ള അവൻ്റെ ടീമും കൂടെ അവരിലേക്ക് ഇന്നായിട്ടുണ്ട്, ഇവൻ്റെ ടീമും കൂടെ കേട്ടോ. അങ്ങനെ 2 ടീമും കൂടെ സ്റ്റേജിലേക്ക് പോയി. പക്ഷെ അവർ പറയുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ ബാലൻസ് വെച്ച ആളായിരിക്കും നെക്സ്റ്റ് ലെവലിലേക്ക് കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ആരുടെ ടീമിൻ്റെ ഒരാളുടെ കയ്യിലും പൈസ ഇല്ല, മറ്റേ ടീമിൻ്റെ ഈ ടീമിൻ്റെ. പക്ഷേ ഇവൻ നമ്മുടെ കൊച്ചുമ്മ പെട്ടെന്ന് ചിന്തിച്ചിട്ട് അവൻ നേരെ ഓടിപ്പോയി അവൻ്റെ ബാഗിൽ നിന്ന് ആ പൈസ എടുത്ത് കൊണ്ടുവന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇവരുടെ ടീം അടുത്ത ലെവലിലേക്ക് ഇന്നായി കേട്ടോ, അവൻ്റെ ആ പൈസ ബാലൻസ് ഉള്ളതുകൊണ്ട് മാത്രം.
അങ്ങനെ നമ്മുടെ കൊച്ചുമകൻ രാത്രി ഒന്ന് സ്ട്രീറ്റിലേക്കൊക്കെ ഇറങ്ങി. ആ ഒരു സമയത്താണ് അവിടെ മറ്റേ ലേഡി ഷെഫിൻ്റെ ഭർത്താവ് ഷെഫ് അവിടെ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചു. അവനോട് പറയണം നാളെ കോമ്പറ്റീഷനിൽ നന്നായിട്ട് പ്രിപ്പയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് ബൈ പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഈ നമ്മുടെ കൊച്ചുമകൻ വെച്ചാൽ ഈ ഫ്രഷ് പച്ചക്കറിയൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ ആൾക്ക് ഇല്ലാടിയ. അതുപോലെ തന്നെയാണ് നമ്മളെ ഈ മെയിൻ ഷെഫും കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ച് ഗുഡ് ലക്കൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഓൾ ദ ബെസ്റ്റ് ഡിട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോഴും ഡിട്രിക്സ് എന്നാണ് അവരുടെ പേര് ഇവർ വിളിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം 4 പേരും കൂടെ കോമ്പറ്റീഷൻ ആരംഭിച്ചു. ആ കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ 4 പേരും 4 കൂടാരത്തിനുള്ളിൽ പോലെ ചിപ്പിക്കുള്ളിൽ പോലെ ചെയ്തിട്ടാണ് ഈ പരിപാടി, അതായത് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് കേട്ടോ. അങ്ങനെ 3 പേരും തകൃതിയായിട്ട് അവിടെ ഡിഷസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവർക്ക് നൂഡിൽസ് വെച്ചിട്ട് സ്വന്തമായിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് അതിനെ കൊണ്ട് ഡിഷ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത്, പക്ഷെ നമ്മുടെ കൊച്ചുമാവൻ മാത്രം അവിടെ ഇവിടെ നോക്കി നിൽക്കുന്നത്. അവസാനം അവനിങ്ങനെ ഒരുപാട് ആലോചിച്ചിട്ട് അവൻ എന്തൊക്കെയോ ഒരു ഓർമ്മ വന്നു. പെട്ടെന്ന് അവൻ്റെ ഡിഷ് തയ്യാറാക്കാൻ വേണ്ടി ശ്രമം തുടങ്ങി കേട്ടോ. ചട്ടപ്പെട്ടോന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് അങ്ങ് തയ്യാറാക്കി. പക്ഷേ അപ്പോഴേക്കും മറ്റുള്ളവരൊക്കെ ഫിനിഷാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇവന് പെട്ടെന്ന് തന്നെ ആ ഡിഷൊന്ന് ഫിനിഷാക്കാൻ വേണ്ടി ശ്രമിച്ചു. നല്ല ഭംഗിയായിട്ട് സിമ്പിളായിട്ടുള്ള ഡിഷ് അവൻ തയ്യാറാക്കി. അങ്ങനെ ഫൈനലായിട്ട് എല്ലാവരും ഷെഫുമാരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 4 പേരും ഈ ഡിഷൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെഫുമാർക്ക് കൊടുത്തു. നമ്മളെ ലേഡി ഷെഫാണ് ഇതൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫണ്ണി മേനോട് ഇതിനെക്കുറിച്ചൊക്കെ ടേസ്റ്റിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അവനൊന്നും പറയാതെ വെറുതെ ഒരു കോളയും കുടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആംഗ്രി മേനോടും പ്രശ്നമില്ല, നല്ല ഡിഷാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ലേഡി ഷെഫിനോട് വന്നിട്ട്, അതായത് നമ്മളെ പെൺകുട്ടീനോട് വന്നിട്ട് ചോദിക്കുകയാണ് ഇതിലെന്തെങ്കിലും മിസ്സിങ് കൊണ്ട് ഇതൊക്കെ പെർഫെക്റ്റ് ആണോ. അപ്പോൾ അവൾ പറയുന്നത് എൻ്റെ ഡിഷ് ഫുൾ പെർഫെക്റ്റ് ആണെന്ന്. പക്ഷെ അവർ ആ ബൗൾ എടുത്തിട്ട് കുടിക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി ചോപ്പ് സ്റ്റിക്ക് അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ അവരോട് പറയാണ്, ഈ പെൺകുട്ടിയോട് ഈ ലേഡി ഷെഫ് പറയാണ്, നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് മറ്റുള്ളവർക്ക് കഴിക്കാൻ കൂടി വേണ്ടിയാണ്, അല്ലാതെ നമ്മളെ പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടല്ല എന്ന്. അങ്ങനെ നമ്മൾ കൊച്ചുമകൻ്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ അവനോട് പറയാണ് നൂഡിൽസ് റെസിപ്പീസ് ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്, നിങ്ങൾ ഡംപ്ലിങ്സും മമ്മൂസും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ പറയാണ് മാം സൂക്ഷിച്ചു നോക്കൂ, ഞാനിത് നൂഡിൽസ് സ്റ്റിക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അവരത് രുചിച്ചു നോക്കി, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എപ്പോഴും ഉള്ളതുപോലെ പിന്നീട് അവർ ചിരിച്ചുകൊണ്ട് പറയാണ് നീ അടുത്ത ലെവലിലേക്ക്, അതായത് ഇനി ഫൈനൽ കോമ്പറ്റീഷനിൽ നീ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതെന്ന്. അവൻ ഒരുപാട് സന്തോഷമായി കേട്ടോ. അവൻ വിചാരിക്കാതെ നേടിയൊരു നേട്ടമാണിത്. അങ്ങനെ അവൻ്റെ ടീം അംഗങ്ങളൊക്കെ അവനെ അഭിനന്ദിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മളെ വീട്ടിലിരുന്നിട്ട് ലേഡി ഷെഫിൻ്റെ ഭർത്താവ് കാണുന്നുണ്ടായിരുന്നു. അയാൾക്കും വളരെയധികം സന്തോഷമായി കേട്ടോ. അങ്ങനെ അവനും അവൻ്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു. കാരണം അവരും കൂടെ ചേർന്നിട്ടാണ് ഇവന് ഈ വിജയം കരസ്ഥമാക്കിയത്. അപ്പോൾ നമ്മുടെ മാനേജർ ഇപ്പോൾ ഡിട്രിക്സിൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലേഡീനോട് പറയണേ ഞാനിപ്പോൾ ഡിട്രിക്സിൻ്റെ വീട്ടിലാണുള്ളത്, പക്ഷെ അവൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാണ്. ആകെ ഈ ലേഡിക്ക് ആകെ കൺഫ്യൂഷനായി. എന്നിട്ട് മാനേജറോട് തിരികെ വരാൻ പറഞ്ഞു. ആ ഒരു സമയം നമ്മുടെ ഈ ലേഡി പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കാണ് നമ്മുടെ മുത്തശ്ശൻ വെറുതെ ആ ഹോസ്പിറ്റലിൽ ബെഡിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ആളെ, ഈ ലേഡി ഷെഫിൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോസൊക്കെ ടി വിയിൽ കാണുന്നത്. അപ്പോൾ അയാൾ ഒരു പരിചയമുള്ളത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോയി. അവർ സൂക്ഷിച്ചു നോക്കിയതിന് ശേഷം അവർക്ക് നന്നായിട്ട് അറിയുന്ന മുഖം, അത് മറ്റാരുമല്ല അദ്ദേഹത്തിൻ്റെ മകൻ്റെ മുഖമാണ്. അതായത് ഈ മെയിൻ ഷെഫ്, ലേഡി ഷെഫിൻ്റെ ഭർത്താവ് ഇദ്ദേഹത്തിൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൊച്ചുമകൻ്റെ അച്ഛനാണ് ആ മെയിൻ ഷെഫ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ റിവീലാവുന്നത്. അങ്ങനെ ഇയാൾ അടുത്തേക്ക് വന്നിട്ട് നോക്കുമ്പോൾ പിന്നിൽ നമ്മളെ മുത്തശ്ശി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശിക്കാകെ പേടിയായി. കാരണം മുത്തശ്ശനോട് പറയാതെയല്ലേ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. മുത്തശ്ശിക്കാണെങ്കിൽ ആ ടി വി ഒന്ന് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൈ കിട്ടിയ കപ്പ് എടുത്തിട്ട് ഒറ്റൊരേറ് ആ ടി വിക്ക് നോക്കിയിട്ട് ആകെ ടി വി പൊട്ടി അവിടെ പരിവായിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള സ്റ്റാഫൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി വന്നിട്ട് മുത്തശ്ശനോട് പറയുകയാണ് നിങ്ങൾ വരൂ ഞാൻ പറയാമെന്നൊക്കെ. അപ്പോൾ എങ്ങനെയൊക്കെ മുത്തശ്ശനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി റൂമിലേക്ക്. അപ്പോൾ പിന്നീട് ഈ ലേഡി ഷെഫ് നമ്മുടെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരികയാണ്. അവൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. മുത്തശ്ശൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് കൊച്ചുമോഹന് ഇപ്പോൾ നല്ലൊരു നിലയിലാണുള്ളത്, നല്ലൊരു കോമ്പറ്റീഷൻ വിൻ ചെയ്യാൻ പോവാണ്, നിങ്ങളുടെ അനുഗ്രഹം വേണം, നിങ്ങൾ തിരികെ നിങ്ങളുടെ മകൻ്റെ അടുത്തേക്ക് വരണം എന്നൊക്കെ. അപ്പോൾ ഈ മുത്തശ്ശൻ ഒരു രീതിയിലും അടുക്കുന്നില്ല. കാരണം തൻ്റെ മകനിൽ നിന്ന് തന്നെ പിരിച്ച ഒരാളാണ് ഈ ലേഡി എന്നുള്ള രീതിയിലാണ് മുത്തശ്ശൻ നടക്കുന്നത്. കാരണം തൻ്റെ കൊച്ചുമോഹൻ ഇങ്ങനെ ആവാൻ കാരണം ഈ ലേഡിയാണെന്നാണ് ഈ മുത്തശ്ശൻ്റെ വിചാരം. അതുകൊണ്ട് തന്നെ
മുത്തശ്ശി വേഗം തന്നെ അവരെ പിടിച്ച് പുറത്തേക്ക് ആക്കുകയാണ്. അപ്പോൾ അവരോട് പറയണം ഇത് എൻ്റെ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വിഷ് എന്ന രീതിയിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് പോകണമെന്ന്. അങ്ങനെ പിന്നെ നമ്മുടെ ഈ ലേഡി ഷെഫ് തിരിച്ച് അവിടെ എത്തിയിട്ട് അവിടെ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ട് മാനേജറോട് ഈ നമ്മുടെ കൊച്ചുമകനോട് വരാൻ പറയാണ്. അപ്പോൾ ഇവർ വന്നപ്പോൾ മാനേജറും ആ ലേഡി ഷെഫും അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇവൻ്റെ ആൾമാറാട്ടമൊക്കെ പിടിച്ചെന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ അവരോട് സംസാരിക്കണം, സോറി ഞാൻ ഒന്നിനു വേണ്ടിയിട്ടല്ല, എൻ്റെ മുത്തശ്ശനൊരു കടയുണ്ടായിരുന്നു, ആ ഹോട്ടൽ എങ്ങനെയെങ്കിലും തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ലേഡി ഷെഫ് പറയാണ്, ഞാൻ തന്നോട് അതിനെക്കുറിച്ചൊന്നുമല്ല സംസാരിക്കാൻ വന്നത്, എനിക്ക് മനസ്സിലായി താൻ ഡിട്രിക്സ് ഒന്നും അല്ലാന്ന്, എനിക്ക് തന്നോട് മറ്റൊന്നാണ് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് ആ ലേഡി നടന്ന എല്ലാ കാര്യങ്ങളും പറയാണ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു, അതായത് ഇവിടെയുള്ള എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനായിരുന്നു തൻ്റെ മുത്തശ്ശൻ. ആ മുത്തശ്ശനായിട്ട് തൻ്റെ അച്ഛൻ തെറ്റിപ്പിരിഞ്ഞ് വന്നതാണ്. അതിനൊരിക്കലും കാരണം ഞാനല്ല. കാരണം അദ്ദേഹത്തിന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ഹോട്ടൽ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ മുത്തച്ഛൻ അത് സമ്മതിച്ചില്ല. ആ ഒരു കാരണവശാൽ അദ്ദേഹമാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്, അല്ലാതെ നിങ്ങളെ തമ്മിൽ ഞാൻ ഒരിക്കലും പിരിച്ചിട്ടില്ല. ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങ് വരികയാണ് ചെയ്തത്. അങ്ങനെ അവരൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി കേട്ടോ. അവനൊരു പുഴക്കരയ്ക്ക് പോയിട്ട് ഒരുപാട് സമയം ചിന്തിച്ചു. പിന്നീട് മുത്തശ്ശനെ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയല്ല ചെയ്തത്, ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ എൻ്റെ അച്ഛനിൽ നിന്ന് എന്നെ അകറ്റുകയാണ് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഇത് കേട്ടിട്ട് മുത്തശ്ശന് വല്ലാതെ വിഷമായി കേട്ടോ, സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായി. അപ്പോൾ അവനോട് പറയണം, അങ്ങനെയൊന്നുമല്ല, നിൻ്റെ അച്ഛൻ വളരെ ചതിയനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ നിന്നെ ചതിക്കുകയാണെന്നൊക്കെ പറയാണ്. അപ്പോൾ അവൻ്റെ ചിലവ് കഴിയാൻ വേണ്ടിയിട്ട് അവൻ വൈകുന്നേരങ്ങളിൽ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ആ ലേഡി അവിടെ വന്നിട്ട് അവനോടൊന്ന് അപേക്ഷിക്കുകയാണ്, നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് തിരികെ പോകണം, നിൻ്റെ അച്ഛനോട് സംസാരിക്കണം, ഞാൻ അതിനുള്ള സാഹചര്യം ഒരുക്കി തരാമെന്നൊക്കെ. പക്ഷേ അതൊന്നും അവൻ കേൾക്കുന്നില്ല. അവൻ പറയാണ്, എനിക്കൊരിക്കലും അങ്ങനെ ഒരാളെ കാണണ്ട, എന്നെ വളർത്തിയത് എൻ്റെ മുത്തശ്ശനാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പോകാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ പോയ വഴിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. അവനുണ്ടാക്കി തുടങ്ങിയിരുന്ന ഡിഷൊക്കെ കരിഞ്ഞുപോയി. അവൻ അതൊക്കെ അവിടെ ഇട്ടിട്ട്, അതായത് അവിടെ കുറച്ച് 2 പേരും ആളുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ, പക്ഷെ അത് അവിടെ ഇട്ടിട്ട് അവൻ ആ ലേഡിയുടെ അടുത്തേക്ക് പോവാണ്. ആ ഒരു സമയം അവർ കാറിൽ ഇരുന്നിട്ട് കരയുകയാണ് കേട്ടോ. പക്ഷേ ഇവൻ ഓടി വരുന്നത് കണ്ടിട്ട് അവർ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിൽ അവൻ സോറിയൊക്കെ പറഞ്ഞ് അവർ വളരെ സന്തോഷത്തോടെ അവിടുന്ന് പിരിഞ്ഞു കേട്ടോ. പിന്നീട് നമ്മൾ അടുത്ത ദിവസത്തെ മത്സരത്തിനായിട്ട് സ്റ്റേജൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ആങ്കർ നമ്മുടെ ലേഡി ഷെഫിനെ വിളിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണ് പറയാൻ വേണ്ടിയിട്ടാണ് അവരെ വിളിക്കുന്നത്. അവർ തൻ്റെ ഹസ്ബൻഡായ ഷെഫിനെയും കൂടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. എന്നിട്ട് അവർ അതിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സ്ക്രീനിലേക്കൊന്ന് നോക്കി. അതിലൊരു ഏഷ്യൻ ഡിഷാണ് ഉണ്ടാക്കാൻ പറയുന്നത് കേട്ടോ. പക്ഷെ അവർ പറഞ്ഞത് ഇന്ന് ഉണ്ടാക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി ഡിഷാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മുടെ മെയിൻ ഷെഫായ അവരുടെ ഹസ്ബൻഡിനെയാണ് ക്ഷണിച്ചത്. ഹസ്ബൻഡ് ഒരു നിമിഷം അവിടെ സ്റ്റക്കായി നിന്നു കേട്ടോ, ഞാനോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ലേഡിയുടെ ഇതിൽ അദ്ദേഹം അതിന് സമ്മതിച്ചു. അങ്ങനെ അവർ തമ്മിൽ കോമ്പറ്റീഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ക്രൂ മെമ്പേഴ്സ്, അതായത് ഇവിടെ എഡിറ്റിംഗ് റൂമിൽ അവർ പറയുന്നത് ഇത് സ്ക്രിപ്റ്റിലുള്ളതല്ലല്ലോ, നിങ്ങൾ എന്തിനാ ഇത് കൈ നിന്നിട്ട് പറയുന്നതൊക്കെ. പക്ഷെ ലേഡി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കോമ്പറ്റീഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫാദർ നല്ല ഷെഫ് തകൃതിയായിട്ട് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഡിഷ് ഉണ്ടാക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇത് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. പക്ഷെ നമ്മുടെ ഈ ഹീറോ, നമ്മുടെ നായകൻ എപ്പോഴുള്ളവന് സ്റ്റാർട്ടിങ് ട്രബിളാണ് കേട്ടോ. ആദ്യം കുറച്ച് സമയം ആലോചിച്ചതിന് ശേഷം അവൻ്റെ മുത്തശ്ശനെ ഒന്ന് ഓർത്ത് നോക്കി. എന്നിട്ടാണ് അവൻ ഡിഷ് ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാവരും പാചകമൊക്കെ ചെയ്ത് അവിടെ ടേബിൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവസാനം നമ്മുടെ ഈ ലേഡി ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ ഫുഡ് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്, ആരെ ഓർത്തിട്ടാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ നമ്മുടെ മെയിൻ ഷെഫ് ഒന്ന് നിന്നിട്ട് പറയാണ്, ഞാനിതെൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ നായകൻ ആകെ ഒന്ന് എന്താ പറയുക, ഒരു വിഷമം കൊണ്ട് മുഖാകെ ചുരുങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഇവ പറയാണ്, എൻ്റെ മകൻ 15 വർഷമായി എൻ്റെ കൂടെ ഇല്ലാത്തത്. അവൻ്റെ ഓരോ ബർത്ത്ഡേക്കും ഞാൻ ഓരോ ഡിഷ് വീതം ഉണ്ടാക്കിയിട്ട് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും അവൻ്റെ ഓർമ്മക്കായിട്ട്. ഇത് കേട്ടതും നമ്മുടെ നായകൻ ആകെ സങ്കടം വന്നു. അവന് വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അയാൾ വളരെ മൂകനായിട്ട് അവിടെ സൈഡിലേക്ക് നിന്നു. അപ്പോൾ നമ്മുടെ ഈ ലേഡി നമ്മുടെ നായകനോട് ചോദിക്കുകയാണ്, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡിഷ് ഉണ്ടാക്കിയതെന്ന്. അവൻ ഒന്ന് നിന്നതിന് ശേഷം ആ മെയിൻ ഷെഫിൻ്റെ, അതായത് അവൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് പോയി അവിടെ മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് ഈ ഡിഷ് അദ്ദേഹത്തിന് നേരെ നീട്ടി. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്.
ഉടനെ തന്നെ സൈഡിൽ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അതാരുമല്ല, നമ്മുടെ കൊച്ചുമകൻ്റെ മുത്തശ്ശനാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. അപ്പോൾ ഏകദേശം മുത്തശ്ശൻ അവരുടെ അടുത്തേക്ക് വന്നു. ഇദ്ദേഹം സൈഡിലുള്ള തന്റെ ഭാര്യ ചോദിച്ചു. അവർ കണ്ണടച്ചൊന്ന് കാണിച്ച ശേഷം അദ്ദേഹത്തിന് ഒരുപാട് തന്റെ മകനെ മാറോട് ചേർത്ത് ഒരുപാട് സമയം കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഭാര്യയ്ക്ക് നന്നായിട്ട് സന്തോഷമുണ്ട് കേട്ടോ. അവർ ഒരുപാട് കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും കൊച്ചുമകനും അച്ഛനും കൂടെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സമയം അവിടെ നിന്നു. ഇതൊക്കെ കണ്ടിട്ട് അവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി, ഒരുപാട് ആഹ്ലാദിച്ച് അവർ കൈയടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ പിന്നീടുള്ള സീന് കാണുന്നത് നമ്മുടെ ആംഗ്രി മേനും നമ്മുടെ ഈ ലേഡി ഷെഫ് ഉണ്ടല്ലോ, വളരെ എന്താ പറയുക, ദേഷ്യപ്പെടുന്ന ലേഡി ഷെഫും കൂടെ അവർ വിവാഹിതരായിരിക്കുകയാണ്. അവർ ഒരുമിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്, നല്ല സന്തോഷകരമായിട്ട് ജീവിക്കുകയാണ്. കൂടെ നമ്മുടെ ഫണ്ണി മേനോ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുകയാണ് കേട്ടോ. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് നല്ല അർമാദിച്ച് നടക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശൻ അവരെ വിട്ടു പോയിരുന്നു. അങ്ങനെ പിന്നീട് അവരുടെ ഒരു ഡിന്നർ പാർട്ടിയിലാണ് കാണുന്നത്. ആ അച്ഛനും മകനും മുത്തശ്ശിയും കൂടെ ആ അമ്മയും കൂടെ ഒരുപാട് സന്തോഷത്തോടെ അവർ നിറഞ്ഞ മനസ്സോടെ അവർ ഒരുപാട് ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ അവരുടെ ഹാപ്പി ലൈഫ് തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു കഥയായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.